പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെയും സാമ്പത്തിക മേഖലയുടെയും ശുശ്രൂഷകളുടെയും എൻ്റെ പൗരോഹിത്യത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, സൗഖ്യം, വിമോചനം, വലിയ ദൈവിക സംരക്ഷണം എന്നിവയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിമോചനത്തിന് നൊവേനയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ ഇന്ന് ആനയിച്ചിരിക്കുകയാണ്. പിശാചിനെതിരെയുള്ള ശക്തമായ പോരാട്ടവും അവനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സഭയുടെ ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥനയും, ഒപ്പം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനകളും കൊണ്ട് ഈ ദിവസങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. ദിവസങ്ങളൊക്കെ കുറെ പേരൊക്കെ സാക്ഷ്യപ്പെടുത്തി. അതായത് ഇളകുന്ന അലർന്ന പിശാച് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന സമയത്ത് പിശാച് അവനെ തള്ളിയിട്ടു, അലറിക്കൊണ്ട് പുറത്തുപോയി. ഈ ഒരു കാര്യം ഇന്ന് പലരും പറഞ്ഞു. ഇന്നലെ അമ്മച്ചി പറയാ, മോള് ഒച്ചപ്പാടും ബഹളവും ഭയങ്കരമായ കലികേറിട്ട്, കലികേറാന്നുകൊണ്ടാണ് പിശാച് അതിശക്തമായി കലി എന്ന് പറഞ്ഞ ഒരു ആത്മാവാ. എന്നിട്ട് കലികേറി ഒച്ചപ്പാട് ബഹളം വെച്ച് അമ്മേനെ തല്ലി. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയാ, വീട്ടില് ഭർത്താവും മക്കളും തമ്മിൽ ഉരിഞ്ഞ വഴക്കാണ്. ഈ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പല അനുഭവങ്ങളും, കലികേറി അലറുന്ന തള്ളിയിടുന്ന സ്വഭാവങ്ങളൊക്കെ നമ്മൾ കാണും. പക്ഷെ ഭയപ്പെടരുത്. നമുക്കറിയാം, ഈ പ്രാർത്ഥന പിശാചിന് ഇഷ്ടമല്ല. ഇത് ഒന്നും രണ്ടൊന്നുമില്ല, കുറെ പേര് ഈ ദിവസങ്ങളില് അച്ഛാ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നം കൂടുന്നു, മക്കൾ വയലന്റ് ആവുന്നു, അത് ആസ്ത്രത്വമാക്കുന്നു, ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തുന്നു. സത്യം പറയട്ടെ, വ്യക്തിപരമായിട്ട് എനിക്കും ഈ ദിവസങ്ങളില് പല പല തടസ്സങ്ങള്, സങ്കടങ്ങള്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, പല പല അനുഭവങ്ങൾ നേരിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പിശാചിന് ഇത് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് അവൻ പല രീതികളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ തളരാതെ മടുക്കാതെ കർത്താവിന്റെ നാമത്തിൽ, ലൂക്കാ 10:17 സ്ലീഹന്മാര് വന്ന് പറഞ്ഞില്ല, 72 പേര് പറയാ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞങ്ങൾ കണ്ടു. പ്രിയപ്പെട്ട മക്കളെ, ഈ അധികാരവും ശക്തിയും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഇളകും, അവൻ അസ്വസ്ഥതയുണ്ടാക്കും. ഭയപ്പെടേണ്ട, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് വിജയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 7ാം ദിനത്തില് നമുക്ക് പ്രത്യേകമാവിധം നമ്മുടെ വിമോചന പ്രാർത്ഥന നമുക്ക് തുടരാം. ഈ 9 ദിവസത്തിന്റെ വിമോചന പ്രാർത്ഥനയിലൂടെ വലിയ വിടുതലും വലിയ സ്വാതന്ത്ര്യവും കർത്താവ് നമുക്ക് തരും. പിശാചുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങള്, അകൃത്യങ്ങള്, പ്രമാണ ലംഘനങ്ങള്, വചനത്തിനെതിരായ പ്രവൃത്തികള്, അതെല്ലാം വിട്ടുപേക്ഷിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി പിശാചിന് നമ്മുടെ മേലോ, നമ്മുടെ കുടുംബത്തിന്റെ മേലോ, മക്കളുടെ മേലോ യാതൊരു അവകാശമില്ലാത്ത വിധത്തില് അവന്റെ ആധിപത്യങ്ങളെ, അവകാശങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിലെ മരണത്തിന്റെ ശക്തി നമുക്ക് അവിടുന്ന് നിറച്ചു തരികയാണ്. ദിവസങ്ങളിൽ സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ എന്തു വന്നാലും കർത്താവേ, നീ മാത്രമുള്ളൂ ഞങ്ങൾക്ക് രക്ഷ എന്ന് പറഞ്ഞ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നുള്ള ഏറ്റുപറച്ചിലോടെ ദിവ്യകാരുണ്യത്തിന് മുമ്പില്, സക്രാരുടെ മുമ്പില്, കർത്താവിന്റെ കുരിശിന്റെ മുമ്പില് നമുക്ക് ആയിരിക്കാൻ ഇടയാകട്ടെ. മനസ്സുമടുക്കാതെ കൂടുതൽ കരുത്തോടെ, ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേക
പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വിമോചനത്തിന്റെ മേഖല. നമ്മുടെ മക്കളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജോലി ബിസിനസ് മേഖലകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും, അത് ഏതിലൂടെ വന്നതുമാകട്ടെ, അതിനെല്ലാം നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുന്ന ഒരു വലിയൊരു വിമോചനമാണ്. ഇന്ന് എന്റെ മനസ്സിലേക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി തോന്നിച്ചത്, അതായത് എതിരെ നിൽക്കുന്ന ചില തടസ്സങ്ങൾ, ചില ബന്ധനങ്ങൾ. ചിലപ്പോഴെങ്കിലും ഈ ശാപത്തിന്റെ മേഖല വളരെ വലുതാണ്. ഒരപ്പന് ശപിച്ചു, അമ്മ ശപിച്ചു, അല്ലെങ്കിൽ കാരണവന്മാരാരെങ്കിലുമൊക്കെ ശപിച്ചു, ഭർത്താവ് ശപിച്ചു, ഭാര്യ ശപിച്ചു. ഈ ശാപം എന്ന് പറയുന്നത് പിശാചിനെ വിളിച്ചു വരുത്തി ഒരു തരം അവകാശം ആ വ്യക്തിയുടെ മേൽ കൊടുക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശാപം നമ്മുടെ മക്കളുടെ മേലോ നമ്മുടെ കുടുംബത്തിന് മേലോ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്ന് ശാപങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കും. മക്കൾക്ക് ജോലി കിട്ടാൻ പറ്റാത്ത ഒരു തടസ്സമില്ല, ഇന്റർവ്യൂ പാസ്സാകാൻ പാടില്ലാത്ത ഒരു തടസ്സമില്ല, അല്ലെങ്കിൽ പഠനത്തിൽ ജയിക്കാൻ പറ്റാത്ത ഒരു തടസ്സമില്ല. പക്ഷേ എന്തോ ഒരു ശക്തി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ തോൽപ്പിച്ചു കളയും. ചില കാരണവന്മാരൊക്കെ മക്കൾ നീ ഗതി പിടിക്കത്തില്ല, നീ നന്നാവത്തില്ല, നീ കണ്ടോടി അനുഭവിക്കോടി, നീ അങ്ങ് എത്തൂല്ലടാ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുമ്പോ എന്റെ മക്കളെ, നമ്മുടെ മക്കളെ എങ്ങും എത്താത്ത രീതിയിൽ ചില ആത്മാക്കള് നമ്മുടെ മക്കളെ ഇങ്ങനെ കെട്ടിപ്പൊട്ടി ബന്ധിച്ചു വയ്ക്കും. ഭർത്താവ് ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ ചില വൈദികര്, അല്ലെങ്കിൽ സമർപ്പിതര്, അധ്യാപകര്, അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ നാശം ആഗ്രഹിക്കുന്നവര്, അങ്ങനെ ഏതെങ്കിലും വിധത്തില് നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന ശാപത്തിന്റെ പൈശാചിക ശക്തികള് നമ്മുടെ മക്കളുടെ ജീവിതങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കാൻ പോവാം, നിർവീര്യമാക്കാം. ഇന്നത്തെ വിമോചന പ്രാർത്ഥനയില് അതോടൊപ്പം തന്നെ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ, ഇന്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ, ആ ജോലി കിട്ടി അവിടെ ചെന്ന് ജോലി ചെയ്യുന്നത് വരെ ബന്ധുക്കളോടോ കൂട്ടുകാരോടോ നാട്ടുകാരോടോ ആരോടും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞാണ്ടല്ലോ ചില ആൾക്കാർ വിശേഷം ചോദിക്കും. അവരെന്തിനാ വിശേഷം ചോദിക്കണേ? എടി പറയായോ? ആ നീ അടുത്ത ആഴ്ച പോകും, അല്ലെങ്കിൽ ഉടൻ തന്നെയാവും. അങ്ങനെ പറഞ്ഞത് കേൾക്കാനല്ല അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ബന്ധുക്കളാണേലും സുഹൃത്തുക്കളാണേലും പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന ആരുമാകട്ടെ, നമ്മുടെ നല്ലത് കേൾക്കാൻ അവരത്ര പരത്ത് സന്തോഷിക്കുന്നവരൊന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അസൂയ തോന്നും. അല്ലോ അങ്ങനെ കിട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ കൊച്ചു മക്കളുടെ വിജയങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ ഫോട്ടോസൊന്നും അധികം സോഷ്യൽ മീഡിയയിലോ പരസ്യപ്പെടുത്തിയൊന്നും വയ്ക്കണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നന്മ കാണാനും നന്മ കേൾക്കാനും നല്ലത് വരാനും ആഗ്രഹിക്കുന്നവരൊക്കെ വളരെ, പ്രത്യേകിച്ച് ബന്ധുക്കളിൽ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ വിശാട് ചോദിക്കുന്നത് തന്നെ ശരിയായില്ല എന്ന് കേൾക്കാൻ വേണ്ടി ആയിരിക്കും മിക്കവാറും. അതുകൊണ്ട് ഞാൻ പറയണം മക്കളെ, അതൊന്നും പറയണ്ട. നമ്മൾ നമ്മുടെ കാര്യം ദൈവത്തിന് അനുസരിച്ച് ചെയ്യാം. വിശേഷം ആ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോലും, ഓക്കെ. അപ്പൊ അവർക്കൊരു അവന് ശരിയായില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം. ശരിയായിട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ അവർക്കൊരു വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞു വരിക, അങ്ങനെ അസൂയ അതിൽ വെച്ചത്. ഇനി ശത്രുത തോന്നുന്നവര്, നമ്മൾ നശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര് ചില ആഭിചാരം ചെയ്ത് വെച്ചിരിക്കുന്നു. മന്ത്രവാദം ഈ ദിവസങ്ങളിൽ കുറെ പേര് വിളിച്ചു പറഞ്ഞു. ഈ തടസ്സങ്ങൾ ഒരു കുഴപ്പമില്ല, ചെന്നാൽ തടസ്സമാണ്, ബന്ധനാണ്, മുന്നോട്ട് പോകാൻ പറ്റണില്ല, പഠിക്കാൻ പറ്റണില്ല, പഠനമാകാൻ മുടങ്ങിപ്പോയി, പെട്ടെന്നൊരു അവസ്ഥ വന്നു. ഞാൻ പറയാണ്, പിന്നെ കുറെ പേര് പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, കൂട്ടുകാര്, ഒപ്പം പഠിക്കുന്ന മക്കള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ചില സ്വാധീനങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ചില നാണയം വാങ്ങിച്ചുകൊണ്ട് പോയി, കടം വാങ്ങിച്ചുകൊണ്ട് പിറ്റേ ദിവസം നാണയം തിരിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് നാണയത്തിലൂടെ എന്തോ ആഭിചാരം ക്രിയ ചെയ്ത് അന്ന് മുതൽ പഠനം മുടങ്ങിപ്പോയ ഒത്തിരി മക്കള്, പല തടസ്സങ്ങൾ നേരിടുന്ന മക്കള്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, വച്ചപൂജ, അല്ലെങ്കിൽ ചാത്തൽ സേവ, അല്ലെങ്കിൽ ഹലാല് ഭക്ഷണം, അല്ലെങ്കിൽ ഈ ഊതിയും തുപ്പിയും ഓതിക്കൊടുക്കുന്ന പൈശാചിക പ്രവൃത്തികൾ, ഇതൊക്കെ ചില മക്കളെ, നമ്മുടെയൊക്കെ മേഖലകളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് ഒത്തിരിയേറെ മക്കള് പങ്കുവെച്ച അനുഭവത്തിൽ നിന്ന്.
ഭൂതോച്ചാടനത്തിന്റെ മേഖലയിലും എക്സോർസിസത്തിന്റെ ഡെലിവറൻസിന്റെ ശുശ്രൂഷകൾ കോഴ്സുകളിലുമൊക്കെ പഠിക്കുമ്പോ ഈ മേഖലകളിൽ അനേകം മക്കളെ തടസ്സപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇന്ന് പറയുന്ന ഒത്തിരിയേറെ അനുഭവങ്ങള്, വേദനകള്, തടസ്സങ്ങള്, പ്രശ്നങ്ങള്, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു അദൃശ്യമായ ഒരു ശക്തി തടസ്സപ്പെടുത്തുന്ന പ്രകടമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കെതിരെ നിൽക്കുന്ന എതിർ പ്രാർത്ഥനകൾ, ചില പ്രാർത്ഥനകൾ പോലും നമുക്കെതിരെയുണ്ട്. ഈ അച്ഛൻ ഗതി പിടിക്കാൻ പാടില്ല, ശുശ്രൂഷ വളരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടാൻ പാടില്ല, ജോലി കിട്ടാൻ പാടില്ല, ബിസിനസ് നന്നായിട്ട് വളരാൻ പാടില്ല. അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ പോലും ഉണ്ട്. ഇനി അതിനു വേണ്ടി നമ്മുടെ കുടുംബക്കാര് പോലും ചിലപ്പോ ആഭിചാര്യം മന്ത്രം ചെയ്ത് ഇഷ്ടം പോലെ കേസുകളുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരിക മക്കളെ, അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എന്താണേലും നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന അസൂയയുടെയോ വെറുപ്പിന്റെയോ അല്ലെങ്കിൽ എതിർ പ്രാർത്ഥനയുടെയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു വെച്ച ആഭിചാരി ക്രിയകള്, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തികള്. എന്നാള് ഒരു പെൺകുട്ടി ഒരു അക്രൈസ്തവനുമായിട്ട് പ്രേമബന്ധത്തെ അവൾ മാറി. അപ്പൊ അവളോട് പറഞ്ഞു, നീ എന്നെ വിട്ടു പോകാതിരിക്കാനുള്ളത് എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം, അതിനുള്ളത് ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്, ഞാൻ ഇനിയും ചെയ്യും. ആ പെൺകുട്ടി പിന്നെ പറയാണ്, അവനെ മറക്കാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിക്കണം, അവന്റെ പിന്നാലെ പോകണം തോന്നുന്ന രീതിയിൽ ഒരു പ്രത്യേക പവർ അവൾ പറയാ, എന്നിലൊരു പവർ പ്രവർത്തിക്കുന്ന പോലെ വെച്ചാ. പിന്നെ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് അവളോട് പറഞ്ഞു, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, തിരക്തത്തിന്റെ ജപമാല ചൊല്ലി കോട്ട കെട്ടാൻ പറഞ്ഞു. ഒത്തിരി കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കൊച്ചിന് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയതെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയാം മക്കളെ, ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനെതിരെ നമ്മൾ വശീകരണ യന്ത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പനെയും വിട്ട് അമ്മേനെയും വിട്ട് സഭയും വിട്ട് സഹോദരങ്ങളെ വിട്ട് കുദാശയും വിട്ട് ഒരുത്തന്റെ പിന്നാലെ വശീകരിക്കപ്പെട്ട് പോണെങ്കിൽ ആ കൊച്ചിലേക്ക് കയറി പറ്റുന്ന വശീകരണ യന്ത്രങ്ങൾ എന്തുമാത്രം. ചില കടകളിൽ കയറൂല, വശീകരിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക, കട കയറാതിരിക്കാൻ എത്ര അനുഭവം എന്നറിയാം. എന്നാൽ ചില കടകളിലേക്ക് വശീകരിച്ച് ഇവിടെ വന്നിട്ട് ദേ ഇറങ്ങിപ്പോളൂ മറ്റേ കടയിലേക്ക്, അങ്ങോട്ട് വശീകരിച്ചു കൊണ്ടുപോവാ. അതേ സാധനങ്ങൾ ഈ കടയിലുണ്ട്, പക്ഷെ മറ്റേ കടയിൽ ആളുകൾ കൂടും. അതുകൊണ്ട് അടയപ്പെട്ട വാതിലുകൾ, ഇനി നാശം കടന്നു വരുന്ന വാതിലുകൾ, ഇതൊക്കെ അടയ്ക്കപ്പെടണം. അതാണ് വെളിപാട് 3:7 പറഞ്ഞല്ലോ, സത്യവാനും പരിശുദ്ധനും ദാവീദിൻ ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനുമായ സർവാധിപനും സർവശക്തനുമായ കർത്താവ്. ഈ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിൽ അടഞ്ഞു കിടക്കുന്ന വഴികളെ നമുക്ക് തുറക്കണം. ഇനി നാശം കടന്നു വരുന്ന വാതിലുകൾ പിശാച് തുറന്നിട്ടുണ്ടാവും, അതിനെ അടയ്ക്കണം. ഇനി ആർക്കും തുറക്കാൻ പറ്റാത്ത വിധത്തില് അവനാണ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അടഞ്ഞെടുക്കുന്ന വാതിലുകളുണ്ട്. പഠന മേഖല അടഞ്ഞുപോയി, ജോലി മേഖല അടഞ്ഞുപോയി, സാമ്പത്തിക മേഖല അടഞ്ഞുപോയി, ആരോഗ്യത്തിന്റെ അവസ്ഥ അടഞ്ഞുപോയി, ശുശ്രൂഷ ജീവിതം അടഞ്ഞുപോയി. ഇവിടെ ചില തടസ്സങ്ങൾ, അടഞ്ഞ ചില കാര്യങ്ങള്, അത് ബന്ധിക്കണം, അതിനെ തുറക്കണം. അവന്റെ സാന്നിധ്യങ്ങളുണ്ട്, അതിനെ ബഹിഷ്കരിക്കണം. ഇനി നാശം കടന്നു വരുന്ന തുറന്നു കിടക്കുന്ന വാതിലുണ്ട്, തുറന്നു കിടക്കാണ്. ആർക്കും ചില മക്കളുണ്ട്, ഏത് പിശാചും വന്ന് കയറും. മദ്യപാനം, വ്യഭിചാരം, കഞ്ചാവ്, കൂട്ടുകെട്ട്, ഏത് തിന്മയും വന്ന് കയറും. നാശത്തിന്റെ വാതിൽ തുറന്നു കിടക്കുക. അങ്ങനെയെല്ലാം തുറന്നു കിടക്കാൻ പാടില്ല, അതടയ്ക്കണം. ആ തുറന്നിട്ടിരിക്കുന്നവനെ പുറത്താക്കിയിട്ട് ആ വാതിലുകളെ അടച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കർത്താവിന്റെ നാമത്തിൽ പൊതിഞ്ഞു പിടിക്കാൻ, സംരക്ഷിക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റരൂപികളെ ബഹിഷ്കരിച്ച് നമ്മുടെ മക്കളെ സ്വതന്ത്രരാക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ സ്വതന്ത്രമാക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ സ്വതന്ത്രമാക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി, പഠനം, സാമ്പത്തികം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ഇതെല്ലാം കുടുംബജീവിതങ്ങളെ കയറി നശിപ്പിക്കുന്ന പിശാച്. ഞാൻ പറഞ്ഞില്ലേ, വിവാഹം കഴിച്ച് ജീവിക്കുന്നവരെ പോലും വഴിപിഴപ്പിച്ചുകൊണ്ട് പടിയിറക്കി ഡൈവോഴ്സ് നടത്തി കൊണ്ടുപോകുന്ന പിശാച്. ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ഇതിലേക്ക് കയറ്റുന്ന പൈശാചിക ശക്തികൾ ചിലപ്പോ പല പല മേഖലകൾ, മീഡിയ, സിനിമ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, എന്താ പറയാ, ഗെയിമുകള്, ഇങ്ങനെ പല പല പൈശാചിക ശക്തികൾ കടന്നു വന്ന് നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തുമാകട്ടെ, നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, എല്ലാ ദുർമന്ത്രവാദത്തിന്റെയും, എല്ലാ അഭിചാരത്തിന്റെയും, പൈശാചിക ആരാധനയുടെയും
എല്ലാ മ്ലേച്ഛതയുടെയും എല്ലാ സാന്നിധ്യങ്ങളും അരൂപികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, വസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ മക്കള്, അവരുടെ പഠനം, ജോലി, ഭാവി ജീവിതം, അവിടുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂ, അവിടെ പരീക്ഷകള്, എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി വിടുതൽ പ്രാപിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിടുതൽ നൽകി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, സ്വാതന്ത്ര്യത്തിന്റെ, സമാധാനത്തിന്റെ, സൗഖ്യത്തിന്റെ, സന്തോഷത്തിന്റെ, ശക്തിയുടെ, സ്വർഗീയ സംരക്ഷണത്തിന്റെ, സ്വർഗത്തിന്റെ സഹായത്തിന്റെ വലിയൊരു ആധിപത്യം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതയിൽ നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ പേര് അച്ഛനെ വിളിക്കുന്നു, മെസ്സേജ് വിടുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടത്തോടു കൂടി കർത്താവിന് മുമ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ബലിയർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മുടെ ഈ നൊവേന, ഈ 9 ദിവസത്തെ നൊവേന നിങ്ങൾ ഇടയ്ക്ക് ആവർത്തിച്ച് കൂടണം. മാത്രമല്ല, നിങ്ങൾ അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുക. എൻ്റെ മക്കളിൽ അനേകം കുടുംബങ്ങള്, അനേകം മക്കൾ ഒരുമിച്ച് നിന്ന് ഈ ബഹിഷ്കരണ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ ലയോ 13 മാർപ്പാപ്പ വൈദികരോടും സന്യസ്തരോടും എല്ലാ മക്കളോടും പറയുന്നത്. അതുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് കൂടുതൽ കരുത്താർജിക്കാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ നൊവേന നിങ്ങൾ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പ്രത്യേകിച്ച് പൈശാചിക പീഡ, മക്കളുടെ പ്രശ്നം, കുടുംബ സാമ്പത്തിക, ജോലി, ഡൈവോഴ്സ്, ഇതൊക്കെ പൈശാചികമായിട്ടുള്ള ചില സ്വാധീനങ്ങളാണ്. അവർക്കൊക്കെ ഇതെല്ലാവർക്കും ഉണ്ട്. ഇതില്ലാത്ത ആരുള്ള? എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. പക്ഷെ അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ട് അനേക മക്കൾ അവന്റെ പിടിപ്പെട്ട് അവന്റെ കെടി കുടുങ്ങി അവന്റെ ആധിപത്യവും അധികാരവും അംഗീകരിച്ചിട്ടെന്ന പോലെ അതിലങ്ങോട്ട് ജീവിക്കും. അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു കർത്താവുണ്ട്, വിമോചനം നൽകിയവൻ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളന മാത്രമാക്കിയ ഒരു കർത്താവ് നമുക്കുണ്ട്. ഈശോയുടെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്, വിജയമുണ്ട്. അത് സ്വന്തമാക്കണം. അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായും ഈ ശുശ്രൂഷ അനേകർക്ക് പകർന്നു വെച്ചു കൊടുക്കുക. അനേകരും നമ്മുടെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കട്ടെ. അനേകം മക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഈ വിമോചന പ്രാർത്ഥന ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോ തിന്മയുടെ സ്വാധീനങ്ങൾ തകർത്തെറിയപ്പെടും. ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അനുഗ്രഹിക്കപ്പെടാൻ ഉറപ്പുള്ള പ്രാർത്ഥനയാണ് ഈ വിമോചനത്തിന്റെ ഈ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക. ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അനേകം മക്കളിലേക്ക് ശുശ്രൂഷ എത്തിച്ചു കൊടുക്കാൻ ഒരു ആത്മീയ ശുശ്രൂഷയായിട്ട്, ഒരു സുവിശേഷ വേലയായിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യലും അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കലും അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കലും ഇടയാക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രചോദിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കുന്നു. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പൊ നമ്മള് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ പള്ളിയിലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങി, നാളെ വൈകുന്നേരം 3 ദിവസത്തെ ധ്യാനം അവസാനിക്കും. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. 2 ദിവസം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ബുധനാഴ്ച നമ്മൾ കാർമൽ ധ്യാന കേന്ദ്രത്തില് രാവിലെ കുർബാന കഴിഞ്ഞാൽ 6:30 വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞാൽ നമ്മളൊരു 4-5 മണി വരെ ഒരു ഉപവാസ പ്രാർത്ഥന. 5 മണി വരെ വേണ്ട, 4 മണി വരെ, കരുണയുടെ മണിക്കൂറുകൂടി അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് 4 മണി വരെ കർത്താവിന്റെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ശക്തമായ കരുണയുടെ ജപമാലയും തിരക്തത്തിന്റെ ജപമാലയും ഒക്കെ ചൊല്ലി ഈ ബന്ധന പ്രാർത്ഥനയും ബഹിഷ്കരണ പ്രാർത്ഥനയൊക്കെ ശക്തമായി പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. സാധിക്കുന്ന നിങ്ങൾ എല്ലാവരും രാവിലെ 6:30 വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ആരാധിക്കുന്ന വിളിച്ചു വയ്ക്കും. വൈകിട്ട് 4 മണി വരെ നമ്മൾ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ദേവാലയത്തില് ദിവ്യാനുസരണത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ അച്ഛൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം മക്കളെ. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ശക്തി പ്രകടമാക്കി, കർത്താവിന് കുരിശുമരണ ശക്തി പ്രകടമാക്കി പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ
അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന അനേകം മക്കളുണ്ട്. അവർക്കും ഈ ദിവസങ്ങളിൽ പല അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അച്ഛൻ്റെ ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കും മക്കളെ. അസ്വസ്ഥതകൾ നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്. നമ്മൾ ജയിക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നതും അങ്ങ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും പാപപരിഹാര ബലിമൃഗമായിട്ട് രക്തം ചിന്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങളുടെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, കടലിൽ നിന്ന് മോചിപ്പിച്ച് അതിലൂടെയൊക്കെ സാത്താന് ലഭിച്ച എല്ലാ നിയമപരമായ അവകാശങ്ങളെയും അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, ഇന്ന് പ്രത്യേകമാവിധം ഈ നൊവേനയുടെ 7ാം ദിനത്തില് ഈ വിമോചനത്തിന്റെ പ്രാർത്ഥനയില് കർത്താവേ, അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും ബന്ധിച്ചു വച്ചിരിക്കുന്ന, കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന, കെണികളിൽ കുടുക്കിയിട്ടിരിക്കുന്ന, വലയിൽ കുരുക്കിയിരിക്കുന്ന പൈശാചിക ശക്തികളെ, ദുരാത്മ ദുർഭൂതങ്ങളെ നിർവീര്യമാക്കി ബഹിഷ്കരിച്ച് കർത്താവേ, വലിയ വിടുതലും വിമോചനവും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കള്, ജീവിത പ്രശ്നങ്ങള്, ഒത്തിരി പൈശാചിക സ്വാധീനം അടിമപ്പെട്ടു പോയ മക്കള്, ദുശീലങ്ങള്, മദ്യപാനം, ഭയങ്കരമായ ദേഷ്യം, അനുസരണക്കേട്, വിവാഹം വേണ്ട, മക്കള് വേണ്ട, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന, വചനത്തെ ലംഘിച്ച് വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾക്കും അടിമപ്പെട്ടു പോയ മക്കളെ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതലും വിമോചനവും ഈ 7ാം ദിനത്തില് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അവിടെ നൽകി അനുഗ്രഹിക്കണമേ. ഈ വലിയ പ്രാർത്ഥനയോടെ ഈശോയെ ദിവ്യകാരുണ്യ സന്നിധിയില് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര വെച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയിലേക്ക് നമുക്ക് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ തിരുസഭയെ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സഥാനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, തിരുസഭയെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, തകർക്കാതിരിക്കട്ടെ, തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ജീവിത മേഖലകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ടും വിമോചന പ്രാർത്ഥനയുടെ വലിയ ശക്തി നമ്മിലും നമ്മുടെ കുടുംബത്തിലും പ്രകടമാകാൻ വേണ്ടിയും തിന്മയുടെ ഒരു ശക്തിയും നമ്മയോ നമ്മുടെ മക്കളെയോ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു പറയാം. വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്കൊരുമിച്ച് ഈ പ്രമാണത്തിന് സമർപ്പിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുവാനിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിമോചന പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡനങ്ങളും ജീവിതത്തില് തീരാവ്യാധികളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും തടസ്സങ്ങളും അപകടങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, മാതാപിതാക്കളുടെ ശാപങ്ങള്, പൂർവികരുടെ ശാപങ്ങള്, ഞങ്ങളുടെ മക്കൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശാപത്തിന്റെ അരൂപികളെ, കൈവിഷങ്ങളെ, ക്ഷുദ്രശക്തികളെ, ഹലാലിന്റെ വശീകരണ ശക്തികളെ, ലൗകികാദിന്റെ ദുരാത്മ ദുർഭൂതങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ മക്കളിൽ നിന്നും ജീവിത വഴികളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവരെയോ ഇവിടെ ജീവിതത്തെയോ ഇവിടെ പ്രിയപ്പെട്ടവരെയോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നിനെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന്, തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന, കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അസ്വസ്ഥതകളും ദുശീലങ്ങളും തർക്കദോഷങ്ങളും അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ മക്കളുടെ, ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ നിന്നും എല്ലാ പഠന മേഖല, ജോലി മേഖല, സാമ്പത്തിക മേഖല, ഭാവി ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെയോ ഇവരുടെ കുടുംബങ്ങളെയോ ഇവരുടെ മക്കളെയോ സാമ്പത്തിക മേഖലകളെയോ ജോലി മേഖലകളെയോ ഇന്റർവ്യൂവിന്റെ ഉന്നത പഠനത്തിന്റെ മേഖലകളെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന്, തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാറ്റിനും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ, ഇവരുടെ മക്കൾ, ഇവരുടെ കുടുംബങ്ങൾ സകല മേഖലകളും സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ദിവികാലീശോയെ ഈ മക്കളെല്ലാവരെയും ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിച്ച് എല്ലാ കെട്ടുകളും പൊട്ടിച്ച് സാത്താനും അവന്റെ സന്തതികൾക്കും അവന്റെ സൈന്യത്തിനും ലഭിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളെയും എല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശു മനഃശക്തിയാൽ, ഈ ബഹിഷ്കരണ വിമോചന പ്രാർത്ഥനയുടെ ശക്തിയാൽ, അങ്ങയുടെ നാമത്തിലെ ശക്തിയാൽ ദിവ്യകാരണത്തിൽ നിന്ന് വലിയ ശക്തി പുറപ്പെട്ട് അങ്ങയുടെ മക്കളെ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ മേഖലകളെയും വിടിവിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിടിവിക്കണമേ. തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് അവന്റെ കെണിയിൽ നിന്ന് മോചിപ്പിച്ച് വിടുവിച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, നിയോഗങ്ങള് എല്ലാം നിങ്ങൾ സമർപ്പിക്കും. കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലകള്, തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥകള്, അടഞ്ഞുപോയി കിടക്കുന്ന വാതിലുകള് എല്ലാം സമർപ്പിക്കുക. കുശീലത്തിനടിവപ്പെട്ട് അവന്റെ സാധാരണ കെണി കുടുങ്ങി കിടക്കുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിച്ച് ഗെയിമിന്റെ പിടി, മൊബൈലിന്റെ പിടി,
തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിടി, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് പിശാചി ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കള്, വിവാഹം കഴിഞ്ഞിട്ട് മക്കള് വേണ്ടെന്ന് പറഞ്ഞ് വശപിടിച്ചിരിക്കുന്ന മക്കള്, എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും സാത്താന്റെ പിടിയിൽ നിന്നും ബുദ്ധിയെയും മനസ്സിനെയും ചിന്തകളെയും തീരുമാനങ്ങളെയും ശരീരത്തെയും എല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി എല്ലാ കൃപകളും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുക മാത്രമല്ല എല്ലാ വിടുതലും സ്വാതന്ത്ര്യവും നൽകി അങ്ങയുടെ മക്കളെ സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെയും കുടുംബത്തെ എല്ലാം സമർപ്പിച്ച ആശീർവാദത്തിന്റെ വലിയ ശക്തി സ്വന്തമാക്കിയ മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ ശക്തമായിട്ട് ഈ പ്രാർത്ഥന മുന്നോട്ട് പോവുകയാണ്. സാധിക്കുന്ന മക്കളൊക്കെ ഉപവാസമെടുത്തൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ത്യാഗങ്ങളും സഹനങ്ങളും ഇതുപോലെ ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെച്ച് സ്ഥിരോത്സാഹത്തോടെ മടുത്തു പോകാതെ നിരാശപ്പെടാതെ കർത്താവിന്റെ മക്കളെ സഹനങ്ങളും കുരിശുകളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാശ്ചിത്വത്തിന്റെയും അനുതാപത്തിന്റെയും വലിയ കരുത്തോടെ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരുക. കർത്താവിന്റെ ശക്തി പ്രബലമാകും, ശക്തമാകും. കർത്താവെ വിജയിക്കും. ആമേൻ. അനുഗ്രഹിക്കട്ടെ.